ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് വരുന്ന ദൃശ്യമാണ്, തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം സമ്മിറ്റിന് തുടക്കമാകും. 26 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 3000-ലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം. 3000 സംരംഭകർ തന്നെ എത്തിച്ചേരുന്നുണ്ട്. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി, കേന്ദ്ര വ്യവസായ സഹമന്ത്രി, അതുപോലെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി തുടങ്ങിയ IAS ഉദ്യോഗസ്ഥന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ കേരളത്തിലെ സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ കക്ഷികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതമാണ്. കേരളത്തിൻ്റെ വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നൊരൊറ്റ തീരുമാനത്തിൽ മന്ത്രി P. രാജീവ് ഇതിൻ്റെ സംഘാടനവുമായി മുന്നോട്ട് പോകുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തനേഷ് തമ്പി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. അതുപോലെ ശ്രീകാന്തും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ. തനേഷ് തമ്പി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതായത് കേരളത്തിൻ്റെ മാറിയ വ്യവസായ മുഖം ഉച്ചകോടിയിൽ പ്രതിഫലിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഉച്ചകോടിയാണിത്. 2 ദിവസമാണ് ഈ ഉച്ചകോടി. ഇന്നും നാളെയും ഇത് നടക്കും. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, അതുപോലെ സഹമന്ത്രി ജയന്ത് ചൗധരി പങ്കെടുക്കും. അതുപോലെ ഓൺലൈനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, കൂടുതൽ വിശദാംശങ്ങൾ. അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൃത്യം 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശിന്റെയൊക്കെ സാന്നിധ്യമാണ് ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങി ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവരെല്ലാം എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ വികസന സാധ്യതകൾ, വ്യവസായ സാധ്യതകൾ ഈ സംരംഭകരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സമ്മിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിന്റെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് സംരംഭകർക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ ഒരു കേരളത്തിലെ എന്തിന് സംരംഭം തുടങ്ങണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തത വരികയുള്ളൂ. വ്യവസായത്തിന് ഏറെ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കേരളം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ ഉള്ള ഇടപെടലുകൾ കൂടുതലായി ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ വ്യവസായികളുമൊക്കെയായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ നിലയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുന്നു. കൂടുതൽ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നതോടുകൂടിയായിരിക്കും ഇതിന്റെ ഈ ഒരു വേദി കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറുക. കാരണം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അത് വ്യവസായികൾക്ക് നൽകുന്ന സന്ദേശം വളരെ പോസിറ്റീവായ ഒന്നായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. മുൻപ് 2 സമ്മിറ്റുകൾ, ഇതുപോലുള്ള ഉച്ചകോടികൾ, മീറ്റുകൾ നടന്നിരുന്നു കേരളത്തിൽ. പക്ഷേ ആ 2ലും തുടർ പ്രക്രിയകൾ ഉണ്ടായിരുന്നില്ല. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ തുടർച്ച ഉറപ്പാക്കാൻ പിന്നീട് വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മന്ത്രി P. രാജീവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പകരം നമുക്ക് വളരെ ഉറപ്പുള്ള, കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന ബോധ്യമുള്ള പദ്ധതികൾ മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. ആ നിലയിൽ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ രൂപരേഖ ഈ സമ്മിറ്റിൽ വിവിധ സെഷനുകളിലായി അവതരിപ്പിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കേരളത്തിന്റെ വികസനത്തിന് തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനും എത്തിച്ചേരുവേ. ശ്രീകാന്ത് കൂടി തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന വളരെ പ്രതീക്ഷയോടെ കേരളത്തിന് വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഉച്ചകോടിയാണിത്. ഇത്രയധികം നിക്ഷേപകരൊന്നും ഈ അടുത്ത കാലം കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം? കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകും എന്ന് കരുതുന്ന പരിപാടിയാണ് അത് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കൂ, അതിന്റെ പകിട്ട് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന് വേദിയാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇതിന്റെ ആതിഥേയൻ
മന്ത്രി പി രാജീവ് ഇപ്പോൾ ഓരോ പ്രതിനിധികളെയായി സ്വീകരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ NSK ഉമേഷ് അദ്ദേഹത്തിനൊപ്പം ഇവിടെയുണ്ട്. ഓരോ പ്രതിനിധികളായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേർന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം, വകുപ്പ് മന്ത്രിമാരും ഒപ്പം തന്നെ അതത് വകുപ്പ് മേധാവിമാരും ഒക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 3000-ലധികം പ്രതിനിധികളെയാണ് SKN നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് കൂടി എത്തിച്ചേരും. ഇന്ന് രാവിലെ SKN ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഈ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ, വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് SKN ഈ പരിപാടിക്ക്. വിവിധ വിഷയങ്ങളിലായി ഇവിടെ ചർച്ചകളും മറ്റ് സെമിനാറുകളും ഒക്കെ തന്നെ നടക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് സുസ്ഥിര വികസനം, സമുദ്രോൽപാദനം, ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം, AI, തുറമുഖം, പരമ്പരാഗത വ്യവസായം തുടങ്ങി അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിന്മേലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്, സെമിനാറുകൾ നടക്കുന്നത്. 30 സെഷനുകളിലായി 200-ലേറെ പ്രഭാഷകർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഉണ്ട്. നിതിൻ ഗഡ്കരി ഓൺലൈനായാണ് പങ്കെടുക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. മൊത്തത്തിൽ പൊതുവായി നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഈ പദ്ധതി, ഈ പരിപാടി വലിയ ഉന്മേഷം പകരും എന്ന് കരുതാം. അപ്പോൾ മന്ത്രി കൂടി ഈ സമയത്ത് ഉണ്ട്. ഇനി വികസിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കണം. അതുപോലെ തന്നെ തുടങ്ങും. ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല സ്ഥാപനങ്ങൾ വരണം, നല്ല വ്യവസായങ്ങൾ തുടങ്ങണം. അതുപോലെ തന്നെ കേരളം ലോകത്ത് നമുക്ക് ഏറ്റവും നല്ല പ്രോപ്പർട്ടി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത്രയും പച്ചപ്പുള്ള 44 നദികൾ ഒഴുകുന്ന മനോഹരമായ ഈ മണ്ണിലേക്ക് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയണം, സംരംഭകരെ കൊണ്ടുവരണം. അങ്ങനെ ബഹുവിധമായ വികസന പദ്ധതിയിലൂടെ കേരളം മുന്നേറിയാൽ മാത്രമേ 10-70 ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇവിടെ അവസരം കിട്ടൂ. ഭാവി കേരളം സുസജ്ജമാകണമെന്നും അതുപോലെ ഭാവി കേരളം മെച്ചപ്പെടണമെന്നും ആഗ്രഹമുള്ള ആളുകളാണ്. വേദിക്കരികിൽ ഇപ്പോൾ നിതിൻ അംബുജൻ കൂടി തത്സമയം ചേരുകയാണ്. നിതിൻ, ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സമിറ്റാണിത്. വിദേശത്ത് നിന്ന് ഒരുപാട് സംരംഭകർ വന്നു കഴിഞ്ഞു. അതുപോലെ കേന്ദ്രവും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും ഒന്നിച്ചൊന്നായി കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി അണിചേരുന്ന അപൂർവമായൊരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ പറയാനുള്ളത്? കേരളം ഇതിനു മുൻപ് നിക്ഷേപ സംഗമം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു നിക്ഷേപ സംഗമം ആദ്യമായിട്ടാണ് നടത്തുന്ന ഒരു വിവരം തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നേരത്തെ പി രാജീവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്രത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു നിക്ഷേപ സംഗമം കേരളത്തിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. 6 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. നമുക്കറിയാം കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വലിയ കുതിപ്പുചാട്ടത്തിന് വേദിയാകുന്ന ഒരു നിക്ഷേപ സംഗമമായി മാറ്റാനാണ് ഈ കൊച്ചിയിലെ ഈ സംഗമത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാനിച്ചു. അല്പസമയത്തിന് തന്നെ ഈ സംഗമം നിക്ഷേപ സംഗമം ഇവിടെ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ആഗോള നിക്ഷേപകരടക്കം ഇവിടെ ഇതിനം തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഏതൊക്കെ പദ്ധതികൾ, എത്ര രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ നാളെയോടുകൂടി തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ദിവസത്തെ സമ്മിറ്റാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികളുടെ എല്ലാം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും പ്രതിനിധികളുടെ അവതരണമാകും ഇന്നും നാളെയുമായി നടക്കുക. വിദേശ പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. AI ആൻഡ് റോബോട്ടിക്സ്, അതോടൊപ്പം തന്നെ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, ലോജിസ്റ്റിക്സ് അടക്കമുള്ള പല തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന മേഖലകളിലടക്കം പ്രത്യേക ചർച്ചകൾ നടക്കുന്നു. വേദിയിലേക്ക് വന്നു കഴിഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടി കൈകോർക്കുന്ന ഒരു അപൂർവമായ ഒരു സുന്ദര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ എതിർപ്പില്ല, രാഷ്ട്രീയ എതിർപ്പില്ല എന്ന പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ VD സതീശൻ വേദിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായൊരു സമയമാണ്. നമ്മളെ എന്തിനും കക്ഷി രാഷ്ട്രീയം കാണും. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും രാഷ്ട്രീയ കക്ഷി ധാരണകൾ പരത്തുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനെല്ലാം അപ്പുറം ഒരു വ്യവസായ സാമ്രാജ്യം, ഒരു കാലാവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ സമ്മിറ്റ് നമ്മൾ വിളിച്ചു പറയുന്നു.